വിശ്വാസത്തിലും ആചാരങ്ങളിലും ഒന്നും അനുകരണങ്ങളില്ലെങ്കിൽ തന്നെയും മനുഷ്യസ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ബഹുമാന്യനായ പാളയം ഇമാം ഡോക്ടർ വി ഷുഹൈബ് മൗലവി. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ, മതേതരത്വത്തെ, ബഹുസ്വരതയെ എങ്ങനെ നിലനിർത്തണമെന്നും പരസ്പരം എങ്ങനെ സ്നേഹിക്കണമെന്നും മാനവികത എങ്ങനെ മുൻനിർത്തി നമ്മൾ ജീവിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് അദ്ദേഹം തൻ്റെ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംഘർഷങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുന്ന സമയത്ത് അതിൽ മതപരമായ വികാരങ്ങൾ വ്രണപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിശ്വാസികളും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഇടമാണ്. ഇവിടെ നടത്തുന്ന ഏത് പ്രസ്താവനയും ഗുണവും ദോഷവും ഉണ്ടാക്കും. ഇമാമിൻ്റെ പ്രസ്താവന നമ്മുടെയൊക്കെ മതേതര മനസ്സിനെ, എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കണമെന്നുള്ള ആ ഒരു വലിയ വിഭാവനയെ അംഗീകരിക്കുന്ന, അതിനെ സമൂഹത്തിന് പ്രചോദനമാക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല സമയത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ചും സഹോദരിമാരായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ സാധിക്കുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുവാൻ സാധിക്കുക. അതിപ്പോൾ ഇസ്ലാമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും എല്ലാവരും തിരുവനന്തപുരത്ത് കാലാകാലങ്ങളായി ആതിഥേയത്വം വഹിക്കുന്നൊരു സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇമാം ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർക്ക് പൊങ്കാലയ്ക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ, നമ്മൾ കുടിച്ചില്ലെങ്കിലും നമ്മൾ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കുവാൻ നമ്മൾ കാരണഭൂതരായിരിക്കണമെന്നുള്ള വലിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും ഒരുപോലെ മാതൃകയാണ്. നന്ദി, നമസ്കാരം.